ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ചായയുടെ കൂടെ കറുമുറ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തള വരുന്ന ടൈമിൽ നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് റവ വറുത്തതോ വറുക്കാത്ത ഏത് വേണിച്ചാലും എടുക്കുക. ഒട്ടും തന്നെ കട്ട പിടിക്കാത്ത വിധത്തിൽ നല്ല സ്പീഡിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവാകുമ്പോൾ 1 മിനിറ്റ് നേരം അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതൊരു ഇളം ചൂടാവുന്ന ടൈമിൽ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കുമ്പോഴുള്ളൂ കേട്ടോ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. കുറേ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണോണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് ടൈമിൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക. കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇനി ബാക്കി വരുന്ന ബോൾസ് കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കഴിക്കാം. എന്നാലും നമുക്കിത് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കായപ്പൊടി ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മസാല എല്ലാം ഭാഗം പിടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.